ഹലോ ഗൈസ്, കുറച്ച് ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ടോപ്പിൻ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറേ വർഷങ്ങളായി മനുഷ്യന്റെ ഏറ്റവും വലിയ സംശയമാണ് ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്നും ഇനി ഉണ്ടെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതും. അനേകം വർഷങ്ങളായി മനുഷ്യൻ തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാനായി പരിശ്രമങ്ങൾ തുടരുന്നു. ഭൂമിയിൽ നിന്നും ഒത്തിരി അകലെ മറ്റൊരു ഗ്രഹത്തിലെ ആ ജീവനെ, ഇതുവരെയും കണ്ടെത്താത്ത ആ ജീവികളെ മനുഷ്യൻ അന്യഗ്രഹ ജീവികളെന്ന് വിളിച്ചു, അഥവാ ഏലിയൻസ്. ശരിക്കും ഈ ഏലിയൻസിന്റെ രൂപം എന്താണ്? ഏലിയൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം മനുഷ്യനെ പോലെ ഇരുകാലിൽ നിൽക്കുന്ന ഏതാണ്ട് ഇതുപോലൊരു രൂപമാണ്. പക്ഷേ ഈ രൂപം നമ്മുടെ സിനിമാറ്റിക് ഇമാജിനേഷൻ മാത്രമാണ്. ഇതുവരെയും ഏലിയൻസിനെ കണ്ടെത്താത്തതിനാൽ അവരുടെ രൂപം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നമുക്ക് ചില അനുമാനങ്ങളൊക്കെ ഉണ്ട്. ഭൂമിക്ക് പുറത്ത് മറ്റേത് ഗ്രഹത്തിലുണ്ടായിട്ടുള്ള ഏത് ജീവികളാണെങ്കിലും അവയെല്ലാം നമുക്ക് ഏലിയൻസ് ആണ്. അതൊരു ചെറിയൊരു ബാക്ടീരിയ ആണെങ്കിൽ പോലും നമുക്ക് ഏലിയൻസ് ആണ്. കാരണം അവ ഒരുപക്ഷെ നമ്മളെക്കാൾ ചെറുതോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ഭൂമിയിലെ രൂപത്തിന് സമാനങ്ങളോ ആവാം. അതുമല്ലെങ്കിൽ ഒരു ഭീകര രൂപമോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു രൂപമോ ആയിരിക്കാം. അവർ ജീവിക്കുന്ന പ്രകൃതിയെയും അതിനിണങ്ങിയ ആ ഒരു കാലാവസ്ഥയും അനുസരിച്ച് അവരുടെ രൂപങ്ങളിലും വ്യത്യാസങ്ങളുണ്ടായിരിക്കും. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ അവരെ തേടി യാത്ര തിരിച്ചെങ്കിൽ നമ്മളെക്കാൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അവർ തങ്ങളുടെ ഗ്രഹത്തിന് പുറത്തുള്ള ഏലിയൻസിനെ തേടി, നമ്മളെ തേടി യാത്ര തിരിച്ചിട്ടുണ്ടാവില്ലേ? അവരുടെ കാഴ്ചപ്പാടിൽ നമ്മളല്ലേ ഏലിയൻസ്? അവർ നമ്മളെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ? അവർ ഭൂമി എന്ന നമ്മുടെ ഗ്രഹത്തിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിലോ? നമ്മളോടൊപ്പം നമ്മിലൊരാളായി അവർ ജീവിക്കുകയാണോ? ചിരിച്ചു തള്ളാൻ വരട്ടെ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ മാധ്യമ ശ്രദ്ധ നേടിയതും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു പ്രധാന വിഷയമാണ് അന്യഗ്രഹ ജീവികളും UFOകളുമായി അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ധാരാളം നിറം പിടിപ്പിച്ച കഥകളും മിത്തുകളും ഗൂഢ സിദ്ധാന്തങ്ങളും ഒക്കെ ലോകത്തുണ്ട്. എന്നാൽ ആദ്യം തന്നെ പറയട്ടെ, ഒരു അന്യഗ്രഹ ജീവിയെയും ഇതുവരെയും ഭൂമിയിൽ കണ്ടെത്തിയതായിട്ട് ഒരു സ്ഥിരീകരണവുമില്ല. UFOകളെ സംബന്ധിച്ച് ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇവയൊക്കെ ഈ ഏലിയൻസിന്റെ വാഹനമാണെന്ന് ശാസ്ത്രീയമായും ആധികാരികമായിട്ടും യാതൊരു തെളിവുമില്ല. ഏറ്റവും കൂടുതൽ UFOകൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയെ കേന്ദ്രീകരിച്ചാണ്. സമീപകാലത്തിലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ലെ നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന എയർഫോഴ്സ് ഗവേഷണ പരിശീലന കേന്ദ്രമായ ഏരിയ 51 ഏലിയൻസിനെ കുറിച്ചുള്ള ചില ചർച്ചകൾ അതിലെ ഒരു പ്രധാന വിഷയമായി മാറാറുണ്ട്. പ്രസിഡന്റ് ബാരക് ഒബാമ പറഞ്ഞതിന് ശേഷം മാത്രമാണ് അതീവ രഹസ്യമായിരുന്ന ഈ ഏരിയ 51 പോലും ലോകം അറിയുന്നത്. എന്നാൽ ഇത് രഹസ്യമായതുകൊണ്ടും ഇവിടെ അന്യഗ്രഹ ജീവികളെ താമസിപ്പിച്ചിട്ടുണ്ടെന്നും അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെക്കാളും ഒത്തിരി അഡ്വാൻസ്ഡ് ആയ അവരുടെ സഹായത്തോടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ടെന്നും ധാരാളം റൂമേഴ്സ് പടർന്നു. ഇപ്പോഴിതാ മനുഷ്യരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഒരു വെളിപ്പെടുത്തലും വന്നിരിക്കുകയാണ്. അവർ, അതായത് ഈ ഏലിയൻസ് ഭൂമിയിൽ തന്നെ രഹസ്യമായി ജീവിക്കുന്നുവെന്നാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പഠനം. അവർ നമ്മുടെ രാഷ്ട്രീയങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ നടത്തുന്നുവെന്ന്. ഭൂമിയിൽ ഏകദേശം 72% ജലമാണെന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലേ? ഈ ഭൂമിയെപ്പറ്റി പോലും മുഴുവനായും മനുഷ്യന് പഠിക്കാനായിട്ടില്ല. ഇന്നും മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത ഇപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ ഭൂമിയിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇനിയും ഇത്തരം ഏലിയൻസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിച്ചാൽ അതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല. മറ്റൊരു കാര്യം പറയാം, ഇനി ഏലിയൻസ് പുറത്തു നിന്ന് ഭൂമിയുടെ വെളിയിൽ നിന്ന് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അനേകം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭൂമിയും ഭൂമിയുടെ ഘടനയുമായിരിക്കും അവർക്ക് ദൃശ്യമാവുക. ചിരിക്കണ്ട, അതിനും പഠനങ്ങളുണ്ട്. പ്രകാശ വർഷങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകൾ എങ്ങനെയാകുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കാര്യം പിടികിട്ടും. ഇനി സംഗതി പിടികിട്ടാത്തവർക്കായിട്ട് ഞാൻ പറയാം. നമുക്കറിയാം, നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നമ്മിൽ നിന്ന് ഒരുപാട് പ്രകാശവർഷം ദൂരെയുള്ളവയാണ്. നമ്മൾ ഈ കാണുന്ന നക്ഷത്രങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ കാണുന്ന ആ ഒരു വെളിച്ചം, ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് നക്ഷത്രം ഇല്ലാതാവുന്നതിന് മുമ്പുള്ളതായിരിക്കും. ഈ ഒരു കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ വേണം നമ്മൾ കരുതാൻ. ഇനി അല്പം സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഇസ്രയേലി അമേരിക്കൻ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് എബ്രഹാം അവലോക്. ഈ അന്യഗ്രഹ ജീവികളെ പറ്റി അന്വേഷിക്കുന്നതിൽ പ്രശസ്തനായ ഹാർവാർഡ് പ്രൊഫസർ ആവിലോക് പറഞ്ഞത് ഇങ്ങനെയാണ്:
കേൾഡ് ഡയമെൻഷനുകളിലൂടെ, അതായത് മറഞ്ഞിരിക്കുന്ന ഒരു ഡയമെൻഷനുകളിലൂടെ ഈ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്താറുണ്ട് എന്ന്. നമുക്കറിയാവുന്ന ലോകത്തിന് 3 ഡയമെൻഷനുകൾ അഥവാ 3 മാനങ്ങളുണ്ട്. നീളം, വീതി, ആഴം എന്നിവയാണവ. മറ്റൊന്ന് ഡയമെൻഷൻ ഓഫ് ടൈം ആണ്. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മുൻനിര ഭൗതിക ശാസ്ത്ര മാതൃകകളിൽ ഒന്നായ സ്ട്രിംഗ് സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചം 10 ഡയമെൻഷനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സെൺ അഥവാ യൂറോപ്യൻ കൗൺസിൽ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ഗവേഷകർ സൃഷ്ടിച്ച ഹിഡൻ ഡയമെൻഷനുകൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ പ്രവേശിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞൻ ആവിലോ പറയുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഡയമെൻഷനുകൾ സേണിൻ്റെ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ പോലെയുള്ള ഉയർന്ന ഊർജ കണികകൾ ആക്സിലേറ്ററുകൾ വഴി മാത്രമേ കണ്ടെത്താനാകൂ. അത് മഹാവിസ്ഫോടനം പോലെയുള്ള അവസ്ഥകൾ പുനർനിർമ്മിച്ചുകൊണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അടിത്തറയെ പരിശോധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ദി പാരാനോർമൽ UFO കണക്ഷൻ എന്ന ഡോക്യുമെൻ്ററിയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ലോബിൻ്റെ സിദ്ധാന്തത്തിൽ പറയുന്നത്, അന്യഗ്രഹ നാഗരികതകൾ ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ സാങ്കേതിക പുരോഗതി നേടിയാൽ ഈ ഹിഡൻ ഡയമെൻഷനുകൾ മറികടക്കുന്നതിന് വേണ്ടി അവർ ക്വാണ്ടം ഗ്രാവിറ്റി എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിരിക്കാം എന്നുമാണ്. മാത്രമല്ല, ഭൂമിക്ക് പുറത്തുള്ള ജീവികൾ ഡയമെൻഷൻ ഹോപ്പിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾ തന്നെ ചെലവഴിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഒരു ഗുഹയിൽ വസിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള നഗരങ്ങളിലെത്തി അവിടെയുള്ള മുഴുവൻ സാങ്കേതിക വിദ്യകളും കാണുന്നത് പോലെ ആയിരിക്കും മനുഷ്യൻ അന്യഗ്രഹ ജീവികളുടെ സാങ്കേതിക വിദ്യയെപ്പറ്റി അറിയുമ്പോൾ സംഭവിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി പഠനങ്ങൾ പറയും പോലെ അവർ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങൾ അനവധിയാണ്. അവർ എങ്ങനെയായിരിക്കും ഭൂമിയിൽ കടന്നുകൂടിയത്? ഇനി ഭൂമിയിൽ തന്നെയുള്ള ആരെങ്കിലും അവരെ ഇതിനായി സഹായിക്കുന്നുണ്ടോ? ഇത്രയും കാലത്തിനിടയിൽ മനുഷ്യർ എപ്പോഴെങ്കിലും അവരെ കാണാൻ ഇടവന്നിട്ടുണ്ടാകില്ലേ? തങ്ങളുടെ രഹസ്യം പുറത്താവാതിരിക്കാൻ അവർ മനുഷ്യരിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇനി ബെർമുഡ ട്രയാങ്കിളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ ഇവരാണോ? ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമുക്ക് വീണ്ടും കാണാം.